ഹലോ, ഞാനിന്നൊരു ചില്ലി പനീറാണ് ഇവിടെ കാണിക്കുന്നത്. ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ്. അതിന് ഞാൻ 200 ഗ്രാം പനീർ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. വലിയൊരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു സവോള, മുട്ട സവോളയാണ്, അല്ലെങ്കിൽ 2 എടുക്കണം, അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം പനീർ നമ്മളൊരു ബൗളിലോട്ടിട്ടിട്ട് കുറച്ച് ഉപ്പ്, നമുക്കൊരു 1/2 സ്പൂൺ ഇടാം. കാശ്മീരി ചില്ലി പൗഡറാണ്, അത് ഞാൻ ഏകദേശം 1 സ്പൂണ്, 1 ടീസ്പൂണ് ഇടും. കുരുമുളക് പൊടിയും കൂടെ, പെപ്പർ അതും ഒരു 1/4 സ്പൂൺ ഇടുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്, അതും ഏകദേശം ഒരു കൊച്ചു സ്പൂണുണ്ട്, 2 കൂടെ. ഒത്തിരി അങ്ങ് അരിഞ്ഞതല്ല, എന്നാൽ ഇതിൽ പുരട്ടാൻ തക്കവണ്ണം ആക്കിയതാണ്. ഇത് നമ്മൾ ഇതിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. നമ്മൾ അതെല്ലാം നല്ലപോലെ ഇതിൽ അരിച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ മുളക് പൊടിയുണ്ട്, പിന്നെ കുരുമുളക് പൊടിയുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി, ഉപ്പും. ഇതിലോട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലോർ എടുത്തിട്ട് ഒന്ന് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇടുക. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇളക്കി വയ്ക്കുക. ഒരു പാത്രം വെച്ച് അതിൽ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പുരട്ടി വെച്ചിരുന്ന പനീർ ഓരോ കഷ്ണമായിട്ട് അതിലോട്ട് ഇടുക. ഇത് നമുക്ക് വേഗം പനീറായതുകൊണ്ട് വേഗം മൂത്ത് കിട്ടും. അപ്പം നമ്മൾ തീ അങ്ങ് കുറച്ച് വെച്ചേക്കണേ. ഈ പനീറെല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. ഇത് പനീർ വറുക്കാനും അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട, കുറച്ചെടുത്താൽ മതി. അതിൽ ആ എണ്ണ മാറ്റി ഒരു സ്വല്പം മാത്രം ഇട്ടിട്ട് നമ്മൾ ഈ സവോള ഇട്ട് ഒന്ന് വഴറ്റണം. സവോളയും കൂടെ തന്നെ ക്യാപ്സിക്കം ഉണ്ട്. പുരട്ടി വെച്ചിരുന്ന ഈ പാത്രത്തിൽ തന്നെ ഞാനൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലോർ ഇടണം. ആദ്യം 1 സ്പൂണ്, ഒരു ചെറിയ ടീസ്പൂൺ ഇട്ടിട്ട് അവനെ ഒന്ന് നല്ലപോലെ നിന്ന് മെൽറ്റ് ചെയ്തിട്ട്, എന്നിട്ട് നമ്മൾ ആദ്യം ചില്ലി സോസ് ഒഴിക്കുന്നില്ല. ചില്ലി സോസ് നമ്മുടെ എരിവിനനുസരിച്ച് 1 സ്പൂണോ 1.5 സ്പൂണോ ഒഴിക്കാം. അതുപോലെ തന്നെ 1 സ്പൂണ് സോയാ സോസും കൂടെ ഒഴിക്കും. നമ്മൾ ടൊമാറ്റോ സോസാണ് വയ്ക്കുന്നത്. ടൊമാറ്റോ സോസും ഒരു സ്പൂൺ. ഈ സോസുകളെല്ലാം കൂടെ നമ്മൾ ഇതിലോട്ടൊക്കെ ഒഴിക്കും. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഏതെങ്കിലും സോസ് കൂടുതൽ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. ഒക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കും. ചില്ലി പനീറൊക്കെ റെഡിയായി, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ വല്ലതും നെയ്ച്ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇതൊന്നും ഇല്ലെങ്കിലും വെറുതെ എടുത്ത് തിന്നാനും നല്ലതാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.